Learning festival is chain reading, presented by the first grade student, which is the fifth unit of the first grade English textbook, Robo the Robot. Through this, we can also understand how much the present robotic era is influencing the mind of children. Robo. Sia and Robo were playing in the garden. Sia, where are you? Mother asked. I am with Robo, Amma. She replied. Come here, dear mother said. Sia, did you see the key? Mother asked. Which key? The key of our shelf. My purse is inside it.
I did not see it, said Sia. The, the searched everywhere, but the would, would, would not find it. Robber, come here, Sia. Called Robber. Click, clack, Robber, walk in. Robber, please. Find the key. Just a minute, said Robber. Beep. A light flashed down Robber's skin. Sia and the robber went for their walk. Soon it started rain. Robber, it is rain. What will they do? She asked. Just a minute. Robber became a big umbrella. Sia clapped her hands. Robber, you are wonderful. The umbrella became a robot again. Soon a crow took away Sia's cap. Soon a strong wind blew. The wind took the cap away. Robber, where is my cap? Sia cried. Beep. Robber's screen flash again. Screen, your cap is in the city park. Oh, it is far away. Robber grew. Robber is the dance down. Sia B. Robber screen flashed again. The cap is on a mango tree. Say Robber. Robber, it is a robot. Hello, friend, said the robot. Sia helped the boy sit on the wheelchair. She put her cat on the cat. Take Robot with you. He will always help you. Robot, my dear, go with him, Sia said. The wheelchair moved with the boy. See you. Sia waved her hand at them. Her eyes were wet, but she was happy. Robot, I have a robot. Big and small.
താങ്ക് യു. Weakness and experiment based on air pressure. For this, I would like to welcome Kumari Catherine Selin from Standard 3 to give you a trip to science facts. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വായുമർദ്ദം പ്രയോഗിക്കുന്നു എന്ന് കാണിക്കുന്ന ഊതാൻ വലിക്കാം നിറയ്ക്കാം. ഇതിനാവശ്യമായ സാമഗ്രികൾ: ഒരു കുപ്പി, അതിന്റെ മൂടിയിൽ 2 PVC പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു പൈപ്പിന്റെ അറ്റത്ത് ഒരു ബലൂണും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരീക്ഷണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ഈ ബലൂൺ ഒന്ന് വീർപ്പിച്ചാലോ. ബലൂൺ വീർത്തു. ഇനി നമുക്ക് ഇതൊന്നും കൂടി വീർപ്പിച്ചാലോ. ബലൂൺ വീർക്കുന്നില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബലൂണിന്റെ അകത്തേക്ക് വായു കയറുകയും ഇതിനകത്തുള്ള വായു ഈ കുഴലിൽ കൂടി പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ കുഴലിൽ കൂടി ബലൂണിന്റെ അകത്തേക്ക് വായു കയറി. പക്ഷേ ഇതിനുള്ള വായുവിന് പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനത് പൊത്തിപ്പിടിച്ചിരുന്നു. അങ്ങനെ പോവാത്തത് കൊണ്ടാണ് ബലൂൺ വീർക്കാണ്ടിരുന്നത്. ഇനി നമുക്ക് ഈ പരീക്ഷണം ഇത്രയും കൂടി കളർഫുൾ ആക്കിയാലോ. അതിനെ ഞാനൊരു പാത്രത്തിൽ നിറയെ നിറമുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബലൂൺ ഒന്ന് വീർപ്പിക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള കുഴൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് പതുക്കെ ഒന്ന് വിട്ടുകൊടുക്കാം. ഇതിനകത്തേക്ക് നിറമുള്ള വെള്ളം കയറുന്നുണ്ടല്ലോ. എന്താണ് ഇതിന് കാരണം? ഞാൻ ഇതിനുള്ള പിടിവിട്ടപ്പോൾ ഇതിനകത്തുള്ള വായുമർദ്ദം കുറഞ്ഞു. അപ്പോൾ വായുമർദ്ദം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വായുമർദ്ദം കുറവുള്ള സ്ഥലത്തേക്ക് വായു ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ പരീക്ഷണം, വാട്ടർ ഡിസ്പെൻസർ. ഇതിനാവശ്യമായ സാമഗ്രികൾ: ഒരു കുപ്പി, പിന്നെ ഒരു സ്ട്രോ, പിന്നെ ഒരു ഗ്ലാസ്, പിന്നെ ഒരു കുപ്പിയിൽ നിറയെ വെള്ളം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. നമുക്ക് ആദ്യം ഇതിലേക്ക് ഈ വെള്ളമെല്ലാം ഒഴിക്കാം. വരുന്നില്ലല്ലോ. ഇനി നമുക്കിതൊന്ന് പതുക്കെ തുറന്നു നോക്കിയാലോ. വെള്ളം വരുന്നു. എന്താണ് ഇതിന് കാരണം? എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് തുറക്കുമ്പോൾ ഈ പുറത്തുള്ള വായു ഇതിനകത്ത് ചെയ്യുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത് ഇങ്ങനെ അടച്ചുകൊണ്ട് ചെയ്യുമ്പോൾ വായുവിനകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. KG classes children come to introduce us to the names of various fruits and their colors during today's study festival.
അത് മധുരവാണ്. colors. Yes. Apple. Color is red. Red color. Red. Red color. Strawberry red color. പല്ലിനെന്തിരു വെളുപ്പാണ്, പടിഞ്ഞിർപ്പൂവ് കുണുങ്ങുന്നു, മീനിക്കെന്തിരു മിനുപ്പാണ്, പൊട്ടുതൊടും തെറ്റിപ്പൂവ്, കണ്ണെഴുതും കാക്കപ്പൂവ്, വന്നല്ലോ പൊന്നോളം പൂക്കൾക്കെല്ലാം ചാഞ്ചാട്ടം. നല്ല ആരോഗ്യമാണ് നമ്മുടെ കൈവശമുള്ള ഏറ്റവും വിലപ്പെട്ട നിധി. ആരോഗ്യമുള്ള ശരീരം നമ്മെ എല്ലാ ദിവസവും ആസ്വദിക്കാനും നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാനും യഥാർത്ഥ സന്തോഷം കൈവരിക്കാനും പ്രാപ്തരാക്കുന്നു. Good morning. Good health enables people to achieve their potential. Health and fuels the economy. It is the most precious asset we have. As physical and mental health is an important enabler of family. ആരോഗ്യമാണ് സമ്പത്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സ്കിറ്റുമായി എത്തുന്നു 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ. അമ്മൂമ്മേ, ഞങ്ങളിതാ എത്തി. മക്കളെ ഹായ്, എന്തെല്ലാം ശരിയാണല്ലോ, എല്ലാത്തിനെയും ഓടിക്കാം. എന്റെ വിശപ്പ് അതെ നോക്കിക്കേ, നീയും ഞങ്ങൾക്ക് നീ അമ്മമ്മേ ഈച്ചകൾ നന്നായി
അത് തന്നിട്ടുണ്ട്. കൊതുക് പരത്തുന്ന രോഗങ്ങളെ കുറിച്ചും ഈച്ച പരത്തുന്ന രോഗങ്ങളെ കുറിച്ചും. കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ചിക്കൻ ഗുനിയ, മന്ത്, ഡെങ്കിപ്പനി. അപ്പോൾ ഈച്ച പരത്തുന്ന രോഗം എന്തൊക്കെയാ? കോളറ, ടൈഫോയിഡ്, വയറിളക്കം തുടങ്ങിയവ. എലിയും രോഗം പരത്തും, അറിയുമോ? അറിയാലോ, അതും ഞങ്ങളെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. എലിപ്പനിയല്ലേ? അതെ, കൊള്ളാമല്ലോ മക്കളെ. അമ്മുമ്മേ, വൃത്തിയുള്ള ശരീരത്തിലെ ആരോഗ്യം ഉണ്ടാവൂ. അതെ മക്കളെ. ഞങ്ങൾക്ക് ഒരു പാട്ട് ടീച്ചർ പാടി തന്നിട്ടുണ്ട്. പാടട്ടെ. കിളികളും എങ്ങനെ എന്ന് കാണിക്കുന്ന നാടൻ പാട്ട് നൃത്തരൂപത്തിൽ ആസ്വദിച്ചാലോ?
പഠിക്കുക എന്നത് ഒരു മികവ് തന്നെയാണ്. അതിനായി നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന മേരി ഏഞ്ചൽ ഷാജിയെ കയ്യടികളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ ആഴ്ച വായിച്ചത് ഫ്രഞ്ച് പുസ്തകം, കണ്ടത് ഇറ്റാലിയൻ സിനിമ, കഴിച്ചത് ആന്ധ്ര റേഷൻ, മുറിവുണക്കിയത് ഇംഗ്ലീഷ് ലേപനം, സംശയം ഉദിച്ചത് സംസ്കൃത വ്യാകരണത്തിൽ, ഉറങ്ങുമ്പോൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ മാത്രം മലയാളത്തിൽ. പി.എൻ. ഗോപികൃഷ്ണന്റെ മലയാളത്തിലൂടെ എന്ന കവിതയിലെ വരികളാണിത്. ആദരണീയരായ വിധികർത്താക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എന്റെ നമസ്കാരം. ചെറിയ കാര്യങ്ങളുടെ വലിയ പ്രാധാന്യം മനസ്സിലാക്കാതെ നാം കടന്നു പോകുന്നതിന്റെ തെളിവാണ് ഈ ഒരു വേദിയിൽ മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. മാതൃഭാഷ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും വാത്സല്യവും പോലെ തന്നെ വിലപ്പെട്ടതാണ്. ഒരു കുഞ്ഞ് ലോകത്തെ പരിചയപ്പെടുന്നത് മാതൃഭാഷയിലൂടെയാണ്. ആ ഭാഷയിലൂടെയാണ് അവൻ ചിരിയെയും കരച്ചിലിനെയും സന്തോഷത്തെയും ദുഃഖത്തെയും സ്നേഹത്തെയും കരുണയെയും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് മാതൃഭാഷ മാതാവിന് തുല്യമാണെന്ന്. ശൈശവത്തിൽ ഒരു കുട്ടി വസ്തുക്കളെ തിരിച്ചറിയുന്നതും ചിന്തയെ നിയന്ത്രിക്കുന്നതും മാതൃഭാഷയിലൂടെയാണ്. കുട്ടിയുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കും വ്യക്തിത്വ രൂപീകരണത്തിനും ആത്മവിശ്വാസം വളർത്തുന്നതിനും മാതൃഭാഷയ്ക്ക് വളരെ പങ്കാണുള്ളത്. നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണ് മാതൃഭാഷ. സാംസ്കാരിക ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, കഥകൾ എന്നിവയുടെ യഥാർത്ഥാർത്ഥം മനസ്സിലാക്കാനും കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സുഗമാക്കാനും സാമൂഹിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും മാതൃഭാഷ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചു കഴിഞ്ഞിട്ടും പലരും പുച്ഛത്തോടെയാണ് മലയാള ഭാഷയെ കാണുന്നത്. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്ക് മലയാളമില്ല എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ മലയാളിക്കൊന്നും മലയാളമില്ല. മാറുന്ന ജീവിത രീതിയും സാഹചര്യങ്ങളും മലയാളത്തെ മറക്കാനും അവഗണിക്കാനും തുടങ്ങിയിരിക്കുന്നു. തന്റെ മക്കൾക്ക് കാഠിന്യമേറിയ വിഷയം മലയാളമാണെന്ന് അഭിമാനത്തോടെയാണ് ചിലരെങ്കിലും പറയുന്നത്. ഈ നിലപാടുകൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. മഹാകവി വള്ളത്തോളിന്റെ ഈ വരികൾ മാതൃഭാഷയുടെ മഹത്വം വിളിച്ചോതുന്നു. മറ്റു ഭാഷകളെയും സംസ്കാരങ്ങളെയും മനസ്സിലാക്കുന്നതും അവയെ സ്വായത്തമാക്കുന്നതും നല്ലത് തന്നെയാണ്. എന്നാൽ ഇതര ഭാഷ സ്നേഹം മൂലം നമ്മുടെ മാതൃഭാഷയെ അവഗണിക്കുന്നത് തെറ്റു തന്നെയാണ്. മാതൃഭാഷയുടെ സംരക്ഷണത്തെ കുറിച്ച് ആളുകൾക്കിടയിൽ ബോധമുളവാക്കുക എന്നൊറ്റ ലക്ഷ്യത്തോടെയാണ്